നമസ്കാരം, സിബിനാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും താങ്ക്സ്. ഒത്തിരി 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 സ്നേഹം മാത്രം എല്ലാവരോടും. എന്നെ സ്വീകരിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹം മാത്രം തരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനൊരു അക്സെപ്റ്റൻസ് എനിക്ക് പുറത്തുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും സീസണുകൾ കണ്ടിട്ടും എനിക്കറിയില്ല ഇങ്ങനെ ഒരു സ്വീകരണം എനിക്ക് പുറത്ത് കിട്ടുമെന്ന്. സോ താങ്ക് യു സോ മച്ച്. എന്നെ സ്വീകരിച്ച എല്ലാ അമ്മമാർക്കും, പെങ്ങന്മാർക്കും, കൂട്ടുകാരികൾക്കും, ചേട്ടന്മാർക്കും ഒക്കെ, അളിയന്മാർക്കും ഒക്കെ ഒത്തിരി 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 സന്തോഷം. ഐ ലവ് യു ഓൾ. സ്നേഹം മാത്രം എല്ലാവരോടും. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് തരാനാണ് ഈ വീഡിയോ ചെയ്തത്. ഒന്ന്, ആരൊക്കെയോ യൂട്യൂബിൽ പലരും പല രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ചെറിയ രീതിയിലാണെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഞാൻ ദൈവത്തെ പോലെ തന്നെ കാണുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ എൻട്രി എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ മോഹൻലാലിനെ കണ്ടപ്പോൾ, അദ്ദേഹത്തെ ആ ഒരു മഹാനടനെ, ആ ഒരു അതുല്യ പ്രതിഭയെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ദൈവത്തെ കണ്ട ഫീലായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ആദ്യമേ തിയേറ്ററിൽ പോയി കാണുന്നത് ലാലേട്ടന്റെ സിനിമയാണ്, ഹരികൃഷ്ണൻസ്. തിയേറ്ററിൽ പോയി കാണുന്ന പടം. അപ്പം അന്ന് മനസ്സിൽ കയറ്റിയ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ എന്നെ വഴക്ക് പറഞ്ഞത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് എന്റെ കുഴപ്പമാണ്. ഞാൻ ആരെയും കുറ്റം പറയില്ല. അത് എന്റെ മാത്രം പ്രശ്നമാണ്. അദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫയർ ചെയ്യായിരുന്നു. അങ്ങനെ മെഷീൻ നമ്മൾ ചിന്തിക്കായിരുന്നില്ല. അപ്പം അത്